വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ലബനൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ സദേൺ ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 5 ഹിസ്ബുല്ല പടയാളികളാണ്. 5ാമത്തെ പോരാളി കൊല്ലപ്പെട്ടത് മെസ് അൽ ജബാൻ ടൗണിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ്. ആക്രമണം നടന്ന സ്ഥലത്ത് നിന്നും ആകാശമുട്ടെ കറുത്ത പുകച്ചുരുളുകൾ ഉയരുന്നത് കാണാമായിരുന്നു. നേരത്തെ തെക്കൻ ലബനനിൽ നിന്നും ധാരാളം റോക്കറ്റുകൾ നോർത്തേൺ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യത്തിലെ ഒരു ഓഫീസർക്കും ഒരു സൈനികനും ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേൽ സേന പറഞ്ഞിരുന്നു. ഹിസ്ബുള്ള കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെ കൊലയ്ക്ക് ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു. ആ ആക്രമണങ്ങൾക്ക് നൽകിയ തിരിച്ചടിയാണ് 24 മണിക്കൂറിനിടെ 5ഓളം ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടത്. നേരത്തെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിരുന്നു. ഹമാസ് കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും പ്രതിജ്ഞ ചെയ്തിരുന്നു. അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിക്കാതിരിക്കാൻ അനുരഞ്ജനത്തിനുള്ള പിൻവാതിൽ ചർച്ചകളും തകൃതിയായി നടക്കുന്നുണ്ട്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും തിരിച്ചടികൾ നാമമാത്രമായി ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പല പ്രമുഖരും ബൈറൂത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ലബനീസ് ഗവൺമെന്റിനെ കൊണ്ട് ഹിസ്ബുള്ളയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം നിയന്ത്രണ വിധേയമാക്കുന്നതിനാണ് അവർ ശ്രമിക്കുന്നത്. ഹിസ്ബുള്ള കമാൻഡർ ഫാദ് ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പേരിനൊരു ആക്രമണം നടത്തി അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നിട്ടുള്ളത്. അതേസമയം ഇറാനും ഹിസ്ബുള്ളയും തങ്ങളുടെ ആക്രമണത്തിന് പരിധികൾ ഉണ്ടാവില്ല എന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ അംബാസഡർമാരെയും സൈനിക തലവന്മാരെയും ടെഹ്റാനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യൻ ദേശീയ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റ് പ്രമുഖരും ടെഹ്റാനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് നിലവിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും ആയുധ കൈമാറ്റം ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് റഷ്യൻ പ്രതിനിധികൾ ടെഹ്റാനിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്നാണ്. ഇറാനും ഹിസ്ബുള്ളയും തിരിച്ചടിക്കുമെന്ന് ആവർത്തിക്കുന്നതും റഷ്യൻ പ്രതിനിധികളുടെ ടെഹ്റാനിലെ കൂടിക്കാഴ്ചയും മേഖലയെ കൂടുതൽ ഭീതിയിലാക്കുന്നുണ്ട്. അതേസമയം അമേരിക്ക പറയുന്നത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം ആസന്നമായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമണത്തിനെതിരെ ഇറാൻ ഡ്രോണുകളും മിസൈലുകളുമായി 1300ഓളം വാർഹെഡുകൾ ഇസ്രായേലിന് നേരെ അയച്ചെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായുള്ള ഒരു ആക്രമണമായിരിക്കും ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടക്കാനിരിക്കുന്നത് എന്നാണ് യുദ്ധവിദഗ്ധരുടെ അഭിപ്രായം. ഒരു യുദ്ധമുണ്ടാവുകയും അതിന്റെ വ്യാപനത്തോത് വർദ്ധിക്കുകയും ചെയ്താൽ തങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ചൈനയും റഷ്യയുമായി നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇറാൻ നടത്തി വരുന്നുണ്ട്. ഇതിനിടെ ഇറാഖിലെ അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നു. ആക്രമണത്തിൽ അമേരിക്കൻ സൈനിക താവളത്തിന് കാര്യമായ കേടുപാടുകൾ പറ്റുകയും 10ലധികം വരുന്ന സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഇറാഖിലെ അമേരിക്കൻ മിലിറ്ററി ബേസിന് നേരെയുള്ള ആക്രമണം ഒന്നുകൂടി മേഖലയെ സംഘർഷ കലുഷിതമാക്കുകയേ ചെയ്യുകയുള്ളൂ. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായി ആരും തന്നെ രംഗത്ത് വരാത്തതുപോലെ ആളില്ല ആക്രമണമാണ് ഇറാഖിലെ അമേരിക്കൻ മിലിറ്ററി ബേസിൽ സംഭവിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പടയൊരുക്കം നടക്കുന്നു എന്ന് വേണം കരുതാൻ. ദേർ അൽ ബലയിലെയും സെൻട്രൽ ഗസയിലെയും ഫലസ്തീനികളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സേന നിരവധി മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തി. ആക്രമണത്തിൽ കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. സലാഹുദ്ദീൻ സ്ട്രീറ്റിൽ ഫലസ്തീൻ പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ഒരു കാറിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 8 പോലീസുകാർ കൊല്ലപ്പെട്ടു. അതിനിടെ വേദനാജനകമായ മറ്റൊരു കാഴ്ചയാണ് അൽ നാസർ ഹോസ്പിറ്റലിൽ കാണാനിടയായത്. തിരിച്ചറിയാത്ത 80ഓളം വരുന്ന ഫലസ്തീനികളുടെ ഡെഡ് ബോഡിയാണ് അന്താരാഷ്ട്ര റെഡ് ക്രസന്റ് ഹോസ്പിറ്റലിന് കൈമാറിയത്. ഇവരെല്ലാം ഇസ്രായേലി പട്ടാളം അനധികൃതമായി തടവിൽ വെച്ച് പീഡിപ്പിച്ച ഫലസ്തീനികളായിരുന്നു. അവർ എന്തിനു വേണ്ടിയാണ് തടവിൽ വെച്ചതെന്നോ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ ഇസ്രായേൽ മിലിറ്ററി പറയുന്നില്ല. എല്ലാ ശരീരവും ഖാൻ യൂനിസിലെ കൂട്ടക്കുഴിമാടത്തിൽ മറവ് ചെയ്യുകയാണ് ചെയ്തത്. ഏതൊരു യുദ്ധവും ശപിക്കപ്പെടേണ്ടതും എതിർക്കേണ്ടതുമാണ്. എന്നാൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ജനങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഒരു രാജ്യത്തെ ആരും സഹായിക്കാനില്ലാത്ത ഒരു രാജ്യത്തെ നിരന്തരം ആക്രമിക്കുകയും അവിടുത്തെ സാധാരണ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന നരാധമന്മാരെ തിരിച്ചക്രമിക്കാനുള്ള ഏതെങ്കിലും ഒരു ശക്തി വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനാണ് ലോകം കാത്തിരിക്കുന്നത്.